മന്ത്രം ജപിച്ചാൽ ഫലം കിട്ടുമോ? മന്ത്രം ജപിച്ചാൽ ഫലം കിട്ടുമോ? ചോദ്യം ഇങ്ങനെ നിരവധി പേർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ജപിച്ചു നോക്കിയാലല്ലേ അറിയൂ ജപിച്ചാൽ ഫലമുണ്ടോ എന്ന്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മന്ത്രം ജപിച്ചാൽ ഫലം ലഭിക്കുമോ? ഉറപ്പാണോ? ഈ ചോദ്യങ്ങളാണ് എപ്പോഴും നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം തന്നെ പറയാമെന്ന് കരുതിയത്. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുമോ? മാറും. ഉറച്ച വിശ്വാസമാണ് കേട്ടോ അത്. അതുകൊണ്ടാണല്ലോ വിശക്കുമ്പോൾ ചിലർ അമിതമായിട്ടും ചിലരാകട്ടെ അമിതമായ കൊതി കൊണ്ടും ആവശ്യത്തിലധികവും അകത്താക്കുന്നത്. ജപവും ഏതാണ്ട് അതുപോലെയാണെന്ന് പറയാം. ചെറിയൊരു വ്യത്യാസമുണ്ട്. ജപത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. കാരണം അത് അനുഭവിച്ച് തന്നെ അറിയണം. അതിൻ്റെ സുഖം അങ്ങനെയും മനസ്സിലാക്കാൻ കഴിയും. ജപത്തിൻ്റെ സുഖം ഒരിക്കലെങ്കിലും മനസ്സിലായിട്ടുള്ളവർക്ക് അത് പ്രത്യേകിച്ച് പറയാതെ തന്നെ അത് ലയിച്ച് അതിൻ്റെ അനുഭൂതിയിൽ അഭിരമിച്ചുകൊണ്ട് ജീവിതം സുഖകരമായിട്ട് നയിക്കുന്നു. മുമ്പ് പറഞ്ഞതുപോലെ ഭക്ഷണത്തെക്കുറിച്ച് അറിഞ്ഞവർ, അത് നല്ല ഭക്ഷണം കഴിച്ചവർ, ആ നല്ല ഭക്ഷണം അതേപോലെ തന്നെ കഴിക്കാൻ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നത് പോലെ നല്ല ഒന്നാന്തരം ഒരു വരിക്ക ചക്കപ്പഴം കേൾക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടും അല്ലേ? കാരണം അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് എത്ര തന്നെ ഞാനിവിടെ പറഞ്ഞാലും ചക്കപ്പഴത്തിൻ്റെ ആ രുചിയും മധുരവും ഗുണവും ഒന്നും ഇത് കേൾക്കുന്നവർക്ക് ആർക്കും അനുഭവിച്ചറിയാൻ കഴിയില്ല. അതിൽ നിന്നും 2-3 ചുളയെങ്കിലും അകത്താക്കിയാൽ വീണ്ടും വീണ്ടും അത് കഴിക്കാൻ തോന്നും. അതിനെക്കുറിച്ച് അറിയുവാനും കഴിയും. അതുപോലെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മന്ത്രം, നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ദേവതയുടെ നാമമോ മന്ത്രമോ എന്തെങ്കിലും ആവട്ടെ, ദിവസവും കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് തുടർച്ചയായിട്ട് ജപിക്കുക. രാവിലെ 6 മണിക്കാണ് എല്ലാ ദിവസവും ജപിക്കാൻ സാധിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് 6 മണിക്ക് തന്നെ 20 മിനിറ്റ് സമയം മന്ത്രം ജപിക്കുക. പിറ്റേ ദിവസവും അതുപോലെ തന്നെ 20 മിനിറ്റ് ആ മന്ത്രം ജപിക്കണം. അങ്ങനെ തുടർച്ചയായിട്ട് 41 ദിവസമെങ്കിലും കൃത്യമായിട്ട് ഈ രീതിയിൽ ജപിക്കുകയാണെങ്കിൽ 42-ാമത്തെ ദിവസം മുടങ്ങാതെ അത് ജപിക്കാൻ ശ്രമിച്ചിരിക്കും. കാരണം അതിൻ്റെ അനുഭൂതി, അതിൻ്റെ ലയം എല്ലാം കൃത്യമായിട്ട് അനുഭവിച്ച് അറിയാൻ കഴിയും എന്നത് തന്നെയാണ്. ഭക്ഷണത്തെപ്പോലെ, ജലത്തെപ്പോലെ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ട് ഈ മന്ത്രജപം നമ്മുടെ ജീവിതത്തിൽ മാറുകയും ആ മന്ത്രത്തിൻ്റെ ദേവതയുടെ അനുഗ്രഹം അനുഭവത്തിലൂടെ മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് കൃത്യമായിട്ട് ജപിക്കുവാൻ ഒരു സമയം കണ്ടെത്തുക. അതേസമയം കൃത്യമായി തന്നെ അത് മുടങ്ങാതെ ജപിക്കുവാനും ശ്രദ്ധിക്കുക. 41 ദിവസത്തിനുള്ളിൽ ശരീരത്തിനും മനസ്സിനും കുടുംബത്തിനും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഇതുകൊണ്ടുണ്ടാവും. കുടുംബത്തിൽ ഒരാൾ വിചാരിച്ചാൽ മതി, പോസിറ്റീവ് എനർജി കൊണ്ട് ആ വീട് മുഴുവൻ ഐശ്വര്യപൂർണ്ണമാക്കാൻ സാധ്യമാകും. ഒട്ടും തന്നെ പണച്ചെലവില്ലാതെ അല്പസമയം മാത്രം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന വലിയ സദ്ഫലങ്ങളാണ് ഇതിലൂടെ ഓരോ വ്യക്തിക്ക് ലഭിക്കുന്നത്. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് അതിൻ്റെ മടിയാണ്. എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അതും ഈ മടി തന്നെയാണ് എന്ന് എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത്, ജോലി ചെയ്യാനുള്ള മടി കൊണ്ട് അത് എളുപ്പത്തിൽ ചെയ്യാൻ ഉള്ള വഴികൾ മസ്തിഷ്കം കണ്ടെത്തുന്നു. എന്നാൽ മന്ത്രസാധനയുടെ കാര്യത്തിൽ ജപിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു എളുപ്പ വഴി ഇതുവരെ കണ്ടുപിടിച്ചതായിട്ട് അറിയില്ല. ആധ്യാത്മിക സാധന അങ്ങനെയുള്ളതാണ്. ക്ഷുരസ്യ ദഹരാ ദിശിതാ ദുരത്യയാ ദുർഗം വധസ്തത് കവതയോ വദന്തി എന്നാണല്ലോ. ശക്തിയേറിയ മന്ത്രങ്ങളും ശക്തി കുറഞ്ഞ മന്ത്രങ്ങളും ഉഗ്രമൂർത്തികളായിട്ടുള്ള ദേവതകളും ശാന്തമൂർത്തികളായിട്ടുള്ള ദേവതകളും ഒക്കെയാണ് ആധ്യാത്മിക മാർഗത്തിൽ ഐശ്വര്യസിദ്ധിക്കായിട്ട് സാധാരണയായിട്ട് ആശ്രയിക്കാനുള്ളത്. അതുകൊണ്ട് ജപിക്കാനുള്ള സമയത്ത് ജപിക്കുക തന്നെ ചെയ്യുക. അതിനായിട്ട് സമയം കണ്ടെത്തുക. കൃത്യമായ ഒരു സമയത്ത് കൃത്യമായ രീതിയിൽ ഇഷ്ടമുള്ള ഒരു ദേവതയുടെ മന്ത്രം 20 മിനിറ്റെങ്കിലും തുടർച്ചയായിട്ട് മുടങ്ങാതെ ജപിക്കുക. 41 ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടുന്നതാണ്. വീട് മുഴുവൻ ഐശ്വര്യപൂർണ്ണമാകും. തീർച്ചയായിട്ടും ജപിക്കുക, ജപിച്ചുകൊണ്ടേയിരിക്കുക. അതിപരാശക്തിയായിട്ടുള്ള ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.